ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പുതിയ വീഡിയോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുതേ. വീഡിയോയിലേക്ക് പോകാം. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ട സാധനങ്ങൾ, ഒരു മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് മഞ്ഞക്കുരുള്ള വലിയൊരു മുട്ടയായിരുന്നു, 2 മഞ്ഞക്കുരുള്ള മുട്ടയാട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയും പാലും പഞ്ചസാരയും കൂടെ ഒന്ന് നല്ലോണം അടിച്ച് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര മതി കേട്ടോ. കേക്കിൻ്റെ ആ ഒരു പരിഭവമൊന്നും വേണ്ട, ഇങ്ങനെ അടിച്ചെടുത്താൽ മതിയേ. ഇത് തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാട്ടോ. എൻ്റെ അടുത്ത് നെയ്യ് തീർന്നുപോയി, അതാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. പാം ഓയിലൊന്നല്ല, സൺഫ്ലവർ ഓയിൽ അല്ല കേട്ടോ, വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തു കൊടുത്തത്. അതാകുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക്. തയ്യാറാക്കി തുടങ്ങാം. എങ്ങനെയെന്ന് നോക്കിയാലോ. മുട്ട, പാല്, പഞ്ചസാര ഇവ അടിച്ച് വെച്ച മിക്സിയിലേക്ക് ഓരോ ബ്രെഡ് കോട്ട് ചെയ്തെടുത്ത് പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൽ എത്ര ബ്രെഡ് ഇടാൻ പറ്റും അത്രയും. വലിയൊരു പാനാണെങ്കിൽ ഒരു 4 ബ്രെഡൊക്കെ വെക്കുക. ഞാൻ ഇപ്പോൾ 2 ബ്രെഡാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചുട്ടിച്ചെടുത്താൽ മതി. ഇതേപോലെ തന്നെ എല്ലാ ബ്രെഡും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സ് തന്നെയാണ്. ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ ആരും തന്നെ മറക്കരുതേ. അടുത്ത നല്ലൊരു വീഡിയോയുടെ റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.